ഇസ്രയേൽ പ്രതിരോധ സേനയായ IDF ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരേ സമയം ഒന്നിലധികം മുന്നണികളിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ സൈനികരുടെ എണ്ണത്തിൽ ഉണ്ടായേക്കാവുന്ന വൻ കുറവിനെ കുറിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ഇയാൾ സാമർ നൽകിയ മുന്നറിയിപ്പ് ലോകമെമ്പാടുമുള്ള സൈനിക നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കേവലം ഒരു സാങ്കേതിക പ്രശ്നം എന്നതിലുപരി രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തലത്തിലേക്ക് സൈനിക ക്ഷാമം വളർന്നിരിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഗാസയിലെയും ലെബനനിലെയും പോരാട്ടങ്ങൾക്ക് പുറമെ ഇറാന്റെ നേരിട്ടുള്ള ഭീഷണിയും നേരിടേണ്ടി വരുമ്പോൾ സൈന്യത്തിന്റെ പ്രഹരശേഷി കുറയുന്നുണ്ടോ എന്ന ആശങ്ക ഇസ്രയേലിനുള്ളിൽ ശക്തമാണ്. അതിനിടെ പ്രത്യാക്രമണങ്ങൾക്കായി ഇറാൻ 10 ലക്ഷം സൈനികരെ വിന്യസിച്ചിരിക്കുന്നുവെന്ന സൂചനകൾ പുറത്തു വന്നതാണ് പ്രശ്നത്തിൽ കൂടുതൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾക്ക് വേണ്ടി ഇസ്രയേൽ സൈന്യം എത്രത്തോളം സജ്ജമായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇയാൾ സാമർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നിലവിലെ സാഹചര്യത്തിൽ സൈന്യത്തിന് ആയിരക്കണക്കിന് പുതിയ സൈനികരെ ആവശ്യമുണ്ട്. എന്നാൽ ഇതിനായി നിർബന്ധിത സൈനിക സേവനത്തിന്റെ കാലാവധി നീട്ടുന്നതും കൂടുതൽ റിസർവ് സൈനികരെ തിരിച്ചു വിളിക്കുന്നതും ഇസ്രയേലി സമൂഹത്തിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിന് മേൽ ഇത് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. പ്രത്യേകിച്ച് സൈനിക സേവനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന മതവിഭാഗങ്ങളെ നിർബന്ധപൂർവം സൈന്യത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാക്കുമ്പോൾ അത് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന ആഭ്യന്തര കലഹങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇസ്രയേലിന്റെ ഈ ആഭ്യന്തര തളർച്ചയെ ഇറാൻ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. തങ്ങളുടെ പക്കൽ ലക്ഷക്കണക്കിന് സൈനികർ യുദ്ധത്തിനായി സജ്ജമായിട്ടുണ്ടെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് ഇസ്രയേലിന്റെ സൈനിക പരിമിതികളെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ്. ഒരു കരയുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ ആധുനിക ആയുധ ശേഖരത്തെക്കാൾ ഉപരിയായി ഇറാന്റെ ഈ വൻ സൈനിക നിരക്ക് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും പിന്തുണയോടെ ഇറാൻ ഇസ്രയേലിനെ വളയാൻ ശ്രമിക്കുമ്പോൾ ഈ ബഹുമുഖ ആക്രമണങ്ങളെ ചെറുക്കാൻ ആവശ്യമായ മനുഷ്യശേഷി ഇസ്രയേൽ സൈന്യത്തിനുണ്ടോ എന്നതാണ് ഏറ്റവും പുതിയ വെല്ലുവിളി. യുദ്ധം ദീർഘകാലത്തേക്ക് നീളുന്നത് ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥയെയും സൈനികരുടെ മാനസിക നിലയെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. മാസങ്ങളായി യുദ്ധഭൂമിയിൽ കഴിയുന്ന സൈനികരുടെ തളർച്ചയും അവരുടെ കുടുംബങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഇയാൾ സാമിറിനെ പോലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ഗൗരവകരമായ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഇത് കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് ഉടൻ പരിഹരിക്കേണ്ട ഒരു അടിയന്തര സാഹചര്യം കൂടിയാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഇറാൻ തങ്ങളുടെ റിസർവ് കരുത്ത് വർദ്ധിപ്പിക്കുമ്പോൾ ഇസ്രയേൽ സൈന്യത്തിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഈ വെളിപ്പെടുത്തലുകൾ യുദ്ധത്തിന്റെ ഗതിയെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾക്കപ്പുറം ഭൂമിയിലെ യാഥാർത്ഥ്യം അതീവ സങ്കീർണമാണെന്ന് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വരുന്ന ആഴ്ചകളിൽ സൈനിക സേവനവുമായി ബന്ധപ്പെട്ട് നെതന്യാഹു സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ വ്യാപ്തി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് സൈനിക ശക്തിയിൽ മുന്നിൽ നിൽക്കുന്ന ഇസ്രയേൽ ഈ പുതിയ മനുഷ്യശേഷി പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യുമെന്നതിലേക്കാണ്.